മറ്റുള്ളവർ എന്ത് വിചാരിക്കും, സോഷ്യൽ ആങ്സൈറ്റി. അതാണ് പ്രധാനപ്പെട്ട സാധനം. മക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കുള്ള ഡെവലപ്മെൻറ്റ് ഏരിയ, നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുന്ന ഏത് പ്ലാറ്റ്ഫോം കിട്ടിയാലും മറ്റൊരാൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകാതിരിക്കരുത്. അവിടെ തോറ്റു പോകുന്നത് നിങ്ങൾ മാത്രമാണ്. അത്രേ ഉള്ളൂ. നാളെ പുറത്തേക്ക് ഇറങ്ങില്ല നമ്മൾ. ഇറ്റ്സ് വെരി കോംപ്ലക്സ്, ഇറ്റ്സ് വെരി ടഫ്. ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. അക്കാഡമിക്സ് സ്ട്രോങ് ആയിട്ട് വേണം, ഡിസിപ്ലിൻ സ്ട്രോങ് ആയിട്ട് വേണം, ഗോൾ സെറ്റ് ചെയ്യണം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു സാധനമാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല അവർ. ഒരു കാര്യം പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് ചെയ്യാൻ എന്താ മടിയെന്നറിയോ? പിന്നെ ആ മോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫുൾ ടൈം പഠിക്കുന്ന പാരൻസ് പറയുന്നത്. നമ്മൾ പറഞ്ഞു പോകുമല്ലേ, ആദ്യം കൊണ്ടാണ്, ഇഷ്ടക്കുറവുകൊണ്ടല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവൻ പഠിക്കുന്നുണ്ടെന്നുള്ള എഫേർട്ട് കണ്ടു കഴിഞ്ഞാൽ പുഷ് ചെയ്യരുത്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മക്കളോട് പറയാനുള്ളത്, ഒരിക്കലും കുത്തിയിരുന്ന് കുറേ മണിക്കൂർ അടുപ്പിച്ച് പഠിക്കരുത്, തലയിൽ കയറില്ല. ഇതെല്ലാം സബ്ജക്റ്റീവ് ആട്ടോ. ഒരു പ്രീസെറ്റ് കാര്യം കൊണ്ട് ഒരിക്കലും എല്ലാത്തിനെയും ശരിയാക്കാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് 3 തരം ലേണേഴ്സ് ഉണ്ട്, അതറിയാമോ? കണ്ടു പഠിക്കുന്നവർ, കേട്ട് പഠിക്കുന്നവർ, ചെയ്ത് പഠിക്കുന്നവർ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ എഴുതിയാണ് പഠിക്കുന്നത്, അതുകൊണ്ട് നീ എഴുതി പഠിക്കുക എന്ന് അവനോട് പറയരുത്, അല്ലെങ്കിൽ അവളോട് പറയരുത്. കാരണം ഈ കുട്ടി ചിലപ്പോൾ കേട്ടായിരിക്കും പഠിക്കുന്നത്, വായിച്ചായിരിക്കും പഠിക്കുന്നത്, കണ്ടായിരിക്കും പഠിക്കുന്നത്. ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അത്.